ശരി, ഞാൻ പോവാ. പക്ഷെ എനിക്ക് ഇവിടെ ഒരു ഉമ്മ വേണം. ഇന്ന് ഞാൻ പോവാ. ഈ വൃത്തിയാട്ടവളെ. എന്തൊക്കെയാണ് നീ എന്റെ അടുത്ത് പറയണത്? അപ്പൊ ഇതൊക്കെയാണില്ലേ നിന്റെ മനസ്സില്? നിന്നെ നിന്നെ ഞാനും ഇത്രയ്ക്കും വൃത്തികെട്ട പെണ്ണാണ് നീന്ന് ഞാൻ വിചാരിച്ചില്ലടി. ഇതൊക്കെ നീ എവിടെന്നാടി പഠിച്ചത്? മോശം പിടിച്ചത്. എന്റെ സ്ഥാനത്ത് ഒരു മനുഷ്യനോട് നിന്നെ നിന്നെ ഞാൻ പിന്നെ കൊല്ലു. ഇത് അറിഞ്ഞപ്പോ തൊട്ട് ഞാൻ നിനക്ക് ഓങ്ങി വെച്ചതാ. പാവം അവന്റെ ഉമ്മാനെ ആലോചിച്ച് മാത്രം ഞാൻ ഇത്ര ദിവസം ഉണ്ടാണ്ടിരുന്നത്. ഞാനൊരു കാര്യം പറയാ, മര്യാദക്കാണെങ്കിൽ മര്യാദക്ക്, ഇല്ലെങ്കിൽ അനിയത്തിയൊന്നും ഞാൻ നോക്കില്ല, ഒന്ന് കളയും ഞാന്. നാശം പിടിച്ചവള്. ഞങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവാതിരിക്കുക ചെയ്യും. അതിന് നിനക്കെന്താടി? ഞങ്ങളുടെ ആർക്കാ കുഴപ്പമെന്ന് നിനക്ക് അറിയണടി ദ്രോഹി. കുടുംബം തുറച്ച് കൊളാക്കാന്ന് വല്ല വിചാരം മോൾക്ക് ഉണ്ടെങ്ങ അത് നിമിഷം മാറ്റിക്കോ. ഇല്ലെങ്കിൽ നിന്നെക്കാളും നിന്റെ വലിപ്പം കൂടി നാവുണ്ടല്ലോ, ഇങ്ങോട്ട് പിഴുതെടുക്കും ഞാന്. ഇനി മേലെ നിന്റെ ഈ വൃത്തികെട്ട സ്വഭാവമായിട്ട് എന്റെ ഇക്കാന്റെ മുമ്പിലെങ്ങാനും വന്നാ നിനക്കത്ര മൂത്ത് നിൽക്കുന്ന നിന്റെ കല്യാണം ഞങ്ങൾ നടത്തി തരാടി. നിന്റെ പഠിപ്പും ജോലിയൊക്കെ ഉണ്ടല്ലോ ഇതോടെ നിർത്തിക്കോ. ആ പാവം തള്ളനെ വിഷമിപ്പിച്ചാണ്ടല്ലോ. ഡി തല താഴ്ത്തി കൊണ്ട് നിൽക്കാണ്ടേ ഇക്കാനോട് സോറി പറയടി. നിന്നോടല്ലടി പറയാൻ പറഞ്ഞേ. സോറി.